പാഠം 828 കാര്യം കാണാൻ. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നു. മുന്നണികളുടെ എല്ലാം സ്ഥാനാർത്ഥികൾ രംഗത്തെത്തിയതോടെ തെരഞ്ഞെടുപ്പ് രംഗം ഉഷാറായി. നാടിനെ ഇളക്കി മറിക്കുന്ന പ്രചരണഘോഷമാണ് വരാൻ പോകുന്നത്. മോനേട്ടാ, ശരിക്കും മോഹനേട്ടൻ ഈ ഇലക്ഷന് മത്സരിക്കേണ്ടതായിരുന്നു. ഈ മണ്ഡലത്തിൽ നിന്ന് മോഹനേട്ടൻ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ മുഴുവൻ വോട്ട് ചെയ്തേനെ. അത്രയ്ക്കും ജനകീയനല്ല എന്റെ മോഹനേട്ടൻ. നീയാണ് മത്സരിക്കുന്നതെങ്കിലോ നിന്റെയും എന്റെയും വോട്ട് മാത്രം. ഈ മണ്ഡലത്തിൽ എനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരൊറ്റ വോട്ട് മാത്രമേ ഉള്ളൂ മോനേട്ടാ. അത് മോഹനേട്ടന്റെ വോട്ടാ. ഇത്തവണ തെരഞ്ഞെടുപ്പിന് കുറെ സ്ത്രീകളുണ്ടല്ലേ മോനേട്ടാ? ഒരുപാടൊന്നുമില്ല. മുന്നണി സ്ഥാനാർത്ഥികളായി 10-30 പേരേ ഉള്ളൂ. അവരൊക്കെ കല്യാണം കഴിച്ചാണോ? ആണെങ്കിൽ അല്ല, അവരുടെ ഭർത്താക്കന്മാരുടെ കാര്യം ഞാൻ ഓർക്കണേ. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പോ തന്നെ ഇറങ്ങണ്ടേ. പാതിരാത്രി ആവുമല്ലോ തിരിച്ചു വരാനായിട്ട്. അടുക്കള കയറാനോ വീട്ടുകാർ നോക്കാനോ ഒന്നും അവർക്ക് സമയം കിട്ടില്ല. ചുരുക്കി പറഞ്ഞ അവരുടെ ഭർത്താക്കന്മാര് ഒന്നെങ്കിൽ സ്വയം വല്ലതും വെച്ചുണ്ടാക്കി കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ ഹോട്ടലിൽ പോകേണ്ടി വരും. അല്ലേ? എനിക്കറിയില്ല. ഞാൻ ഇലക്ഷന് മത്സരിച്ച മോഹനേട്ടൻ എന്താവും ചെയ്യുക? തന്നെ തന്നെ ഉണ്ടാക്കി കഴിക്കോ, അത് പുറത്തുനിന്ന് വാങ്ങി കഴിക്കോ? അടുക്കള കയറി ഒരു ചായ പോലും ഉണ്ടാക്കാൻ എന്റെ മോഹനേട്ടൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് ആ സാധ്യത നമുക്കങ്ങ് വിടാം. പുറത്തുനിന്ന് വാങ്ങി കഴിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ, അതെന്തോ അത്ര ചിലവുള്ള കാര്യം. അങ്ങനെ കാശ് മുടക്കാനും എന്റെ മോഹനേട്ടനെ കിട്ടൂല. അപ്പൊ പിന്നെ ഞാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്റെ മോഹനേട്ടൻ പട്ടിണി കടന്ന് ചത്തിട്ടുണ്ടാവും. നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുൻപും ഒരു 10-26 കൊല്ലം ഞാൻ ജീവിച്ചിരുന്നു. അന്നും 3 നേരം ഭക്ഷണം കഴിച്ച് തന്നെയാണ് ഞാൻ കഴിഞ്ഞത്. അത് അമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണമല്ലേ, അല്ലാതെ മോഹനേട്ടൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഭാമേ, നമ്മുടെ നാട്ടിൽ നൂറ്റാണ്ടുകളായി പിന്തുടർന്നു വരുന്ന ഒരു രീതിയുണ്ട്. പുരുഷന്മാർ ജോലിക്ക് പോകുന്നു, സ്ത്രീകൾ വീട്ടുജോലികൾ ചെയ്യും. അതുകൊണ്ട് ആണുങ്ങൾ അടുക്കളയിൽ കയറേണ്ട കാര്യമേ ഇല്ല. ഇവിടുത്തെ പുരുഷൻ മാത്രമല്ലല്ലോ ജോലിക്ക് പോകുന്നത്, ഇവിടുത്തെ സ്ത്രീക്കും ജോലിയുണ്ട്. അപ്പൊ പിന്നെ അടുക്കള ജോലിക്ക് ഇവിടുത്തെ സ്ത്രീയോടൊപ്പം പുരുഷനും കൂടേണ്ടതാണ്. നടക്കില്ലെന്ന് എനിക്കറിയാലോ. ആ വിദ്യാലക്ഷ്മി സതീഷ് സാറിനെ പറ്റി പറയുന്നത് കേൾക്കണം. പാചകം ചെയ്യാനും പാത്രം കഴുകാനും തുണി അലക്കാനും എല്ലാം സതീഷ് സാറ് കൂടും. നല്ല ഭർത്താക്കന്മാർ അങ്ങനെയാണ്. നീ എന്തൊക്കെ പറഞ്ഞാലും എന്നെ അടുക്കള പണി ചെയ്യിക്കാം എന്ന് കരുതരുത്. ഞാൻ അതിനേക്കാളൊക്കെ ഉത്തരവാദിത്തമുള്ള ജോലി ചെയ്യുന്ന ആളാ. അത് മാത്രമല്ല, ഈ വീട്ടിൽ നീ ഒരാൾക്ക് ചെയ്യാനുള്ള ജോലിയേ ഉള്ളൂ. എന്തെങ്കിലും വെച്ചുണ്ടാക്കണം, ആഴ്ച ഒരിക്കൽ തുണി അലക്കണം, വല്ലപ്പോഴും വീടും മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കണം. ഇതൊക്കെ കഴിഞ്ഞ് 10 മണിയാകുമ്പോൾ ഓഫീസിൽ പോയാൽ മതി. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റാൽ 9 മണിക്ക് തീരാവുന്ന ജോലിയേ ഇവിടെ ഉള്ളൂ. ഇങ്ങനത്തെ ന്യായം പറയാൻ എന്റെ മോഹനേട്ടനെ കഴിഞ്ഞേ വേറെ ആരും ഉള്ളൂ. ഒരു സഹായം ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് ഇങ്ങനെ സിദ്ധാന്തം പറഞ്ഞ് രക്ഷപ്പെടും. അല്ലാണ്ട് എന്താ പറയൂ? നീ പോയാ ഫോൺ എടുക്ക. എനിക്കറിയാം, ഞാൻ എടുത്തോളാം. മോഹനകൃഷ്ണനെ അടുക്കളപ്പണി അടുപ്പിക്കാമെന്നാ നിന്റെ മോഹം. മനസ്സിരിക്കുള്ളൂ. ഹലോ, മോഹനകൃഷ്ണന്റെ വീടല്ലേ? അതെ. മോഹനകൃഷ്ണൻ ഒന്ന് കൊടുക്കാവോ? ആരാ? എന്റെ പേര് ഹരിപ്രസാദ് എന്നാണ്. മോഹനകൃഷ്ണന്റെ സുഹൃത്താണ്. മോഹനയുടെ പത്രം വായിച്ചോണ്ടിരിക്കുക, ഞാൻ വിളിക്കാം. എന്നൊന്ന് തിരിച്ചു വിളിക്കാൻ പറഞ്ഞാലും മതി. ശരി, ഞാൻ പറഞ്ഞോളാം. എത്രയും പെട്ടെന്ന് വിളിക്കാൻ പറയണം, ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഓ, പറയാം. ഹരിപ്രസാദ്? ഏത് ഹരിപ്രസാദാ? മോനേട്ടാ, മോനേട്ടായിരുന്നു ഫോൺ. ആരാ? ഏതൊരു ഹരിപ്രസാദ്. മോഹനേട്ടൻ അറിയാന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് തിരിച്ചു വിളിക്ക്, അയാൾ കാത്തിരിക്കാന്ന് പറയാൻ പറഞ്ഞു. ഇന്ന് 28-ാം തീയതിയല്ലേ? മോഹനകൃഷ്ണനോട് എന്നെ കാര്യം പറയണമെന്ന് ഏട്ടൻ പറഞ്ഞതുകൊണ്ടാ ഞാൻ കാണണമെന്ന് പറഞ്ഞത്. അല്ല, എന്താ സംഭവം ഹരിപ്രസാദേ? രാധാകൃഷ്ണൻ സാർ ഇപ്പൊ ആക്സി അല്ലേ? അതെ.
മോഹനകൃഷ്ണൻ അറിയാലോ, ഏട്ടൻ ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. കൈക്കൂലിയും കള്ളത്തരോ ഒന്നുമില്ല. അതുകൊണ്ട് പല രാഷ്ട്രീയക്കാർക്കും ഏട്ടനെ ഇഷ്ടമല്ല. രാധാകൃഷ്ണൻ സാറിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയുന്നുള്ളതല്ലേ. ഹരിപ്രസാദിന്റെ ഏട്ടനായിട്ട് പറയുന്നതല്ല. നല്ല മനുഷ്യനാ. ഏട്ടന്റെ പ്രൊമോഷൻ ഇപ്പോൾ പലതവണയായി മുടങ്ങിക്കിടക്കുക. ആദ്യമൊന്നും ഏട്ടൻ അത് കാര്യമാക്കിയില്ല. പിന്നീടാ മനസ്സിലായത് ഇതിന്റെ പിന്നിൽ ചില രാഷ്ട്രീയ നേതാക്കന്മാരും മേലുദ്യോഗസ്ഥരുമാണ്. ഇനിയിപ്പോ കേസ് കൊടുക്കേ വഴിയുള്ളൂ. കേസ് കൊടുത്താലോ? കേസ് കൊടുത്താൽ അനുകൂലമായ വിധി ഉണ്ടാകുമെന്ന അറിയാവുന്നവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു നല്ല വക്കീൽ വേണമല്ലോ. അന്വേഷിച്ചപ്പോ സത്യഭാമയെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായ. സത്യഭാമ തന്നെ കേസ് വാദിക്കണമെന്ന എന്റെ ഏട്ടന്റെ ആഗ്രഹം. അതിനെന്താ, രാധാകൃഷ്ണൻ സാറിനെ പോലെ ഒരാളുടെ കേസ് വാദിക്കാന്ന് പറഞ്ഞാൽ ഭാമയ്ക്കും അതൊരു അഭിമാനമുള്ള കാര്യമല്ലേ. ഞാൻ ഭാമയോട് രാധാകൃഷ്ണൻ സാറിനെ പോയി കാണാൻ പറയാം. 28-ാം തീയതി രാവിലെ 10 മണിക്ക് കാണാമെന്ന ഏട്ടൻ പറഞ്ഞത്. അത് സത്യഭാമയ്ക്ക് ബുദ്ധിമുട്ടാവോ? എന്ത് ബുദ്ധിമുട്ട്? ഒരാഴ്ച ഉണ്ടല്ലോ ഇനി. ഞാൻ ഇന്നേ അവളോട് പറഞ്ഞോളാം. അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ അവളത് മാറ്റി വെച്ചോളൂ. സന്തോഷം. വൈകിട്ട് ഞാൻ ഒന്നുകൂടി വിളിച്ച് ഓർമ്മിപ്പിക്കാം. എന്തിന്? എന്റെ ഓർമ്മശക്തിയെ പറ്റി ഹരിപ്രസാദിനും അറിയാലോ. 28-ാം തീയതി രാവിലെ 10 മണിക്ക് ഭാമ ആഫീസിൽ ചെന്ന് രാധാകൃഷ്ണൻ സാറിനെ കണ്ടിരിക്കും. പോരെ? മതി. മോഹനകൃഷ്ണൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാണെന്ന് ഞങ്ങൾ കളക്ടറേറ്റിലുള്ളവർ പറയാറുണ്ട്. കളക്ടർക്കും എന്നെ പറ്റി ഭയങ്കര അഭിപ്രായ. ഹരിപ്രസാദും കളക്ടറും തമ്മിലും നല്ല അടുപ്പമാണെന്ന് എനിക്കറിയാം. തഹസിൽദാർ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പൊ ശരി, 28-ാം തീയതി രാവിലെ 10 മണിക്ക്. ഇന്ന് രാവിലെ 10 മണിക്ക് ഭാമയോട് ആഫീസിൽ നിന്ന് കാണാമെന്ന് പറയാന്ന് ഏറ്റതാണല്ലോ. ഇപ്പൊ പറഞ്ഞാൽ അവളോടൊക്കിടും. എന്തൊരു വഴി. ഓ, ആരുമില്ലേ? നമസ്കാരം സാറേ. ആ, ഉത്തമന് പോകുന്ന നന്നായി. ഒരു പ്രശ്നമുണ്ട്. ഓ എന്റെ സാറേ, ഞാൻ അതിനേക്കാളും വലിയൊരു പ്രശ്നമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ തെക്കേലെ രാജേന്ദ്രനും സുരേന്ദ്രനും തമ്മിൽ സ്വത്തിന്റെ കാര്യം പറഞ്ഞ് ഇന്നലെയും വഴക്കുണ്ടായി. കയ്യാങ്കളിയിൽ എത്തേണ്ടതായിരുന്നു. പക്ഷെ അയൽക്കാരെല്ലാവരും കൂടെ ഇടപെട്ടോണ്ട് തൽക്കാലം അങ്ങ് ഒതുക്കി. അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വത്ത് ഭാഗം വയ്ക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ലെന്നുള്ള കാര്യം ഉറപ്പായി. സാറിന് സമയമുള്ളതുപോലെ ഒന്ന് അളന്ന് തിരിക്കണം. എന്താണ് സാറേ പറ്റുക? അതവിടെ നിൽക്കട്ടെ. അതിലും വലിയൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. അതൊന്ന് പരിഹരിക്കാൻ ഉത്തമൻ എന്നെ ഒന്ന് സഹായിക്കേണ്ടതായിട്ട് വരും. എന്താ സാറേ? കളക്ടറേറ്റ് ജോലിയുള്ള ഹരിപ്രസാദിനെ ഉത്തമൻ അറിയാമോ? ഹരിപ്രസാദ് ഇല്ല. ടൗണിലാണ് താമസം. ഓ, ആൾക്ക് കളക്ടറേറ്റിലൊക്കെ ഭയങ്കര സ്വാധീനം. കളക്ടറുമായിട്ട് ഭയങ്കര അടുപ്പവും. എന്നെ പോലുള്ള റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് ഹരിപ്രസാദ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവം തന്നെയാ. ഈ ഹരിപ്രസാദിന്റെ ചേട്ടൻ രാധാകൃഷ്ണൻ സാറ് PWD എഞ്ചിനീയറാ. രാധാകൃഷ്ണൻ സാറിന് ഒരു പ്രധാനപ്പെട്ട കേസുണ്ട്. അത് ഭാമയെ കൊണ്ട് വാദിപ്പിക്കണമെന്ന് പറഞ്ഞ് ഹരിപ്രസാദ് എന്നെ കാണാൻ വന്നു. ഇതിലിപ്പോ എന്താണ് സാറേ പ്രശ്നം? സാറ് വഴി ഒരു കേസ് കിട്ടുമ്പോ വക്കീലിന് സന്തോഷാവുകയല്ലേ ഉള്ളൂ. പക്ഷേ ഹരിപ്രസാദ് പറഞ്ഞ കാര്യം ഭാമയോട് പറയാനായിട്ട് ഞാൻ മറന്നുപോയി. ഇന്ന് രാവിലെ 10 മണിക്ക് രാധാകൃഷ്ണൻ സ്ഥാനം ചെന്ന് കാണേണ്ടതാണ്. ഞാൻ ഭാമയെ പറഞ്ഞയച്ചോളാമെന്ന് ഹരിപ്രസാദിന് വാക്കും കൊടുത്തു. പക്ഷെ ആ വാക്ക് സാറ് വക്കീലിനോട് പറഞ്ഞില്ല. ഇപ്പോഴാണെങ്കിൽ അടുക്കള ജോലിയുടെ കാര്യം പറഞ്ഞ് ഞാനും ഭാമയും തമ്മിൽ ഒന്ന് ഉടക്കുകയും ചെയ്തു. ഇനിയിപ്പോ 10 മണിക്ക് രാധാകൃഷ്ണൻ സ്ഥാനം ചെന്ന് കാണാൻ പറഞ്ഞാൽ അവള് സൗകര്യപ്പെടില്ലെന്ന് പറയും. സാറേ, ഇത് ഈ വിഷയത്തിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങോട്ട് ഹരിപ്രസാദ് ഇപ്പൊ ഫോൺ ചെയ്തിരുന്നു. അപ്പോഴാ ഞാൻ ആ കാര്യം ഓർക്കുന്നതന്നെ. ഇനിയിപ്പോ രാധാകൃഷ്ണൻ സാറിന്റെ കേസിന്റെ കാര്യം ഞാൻ പറഞ്ഞാൽ അത് പ്രശ്നമാവും. ഉത്തമൻ പറഞ്ഞാൽ പക്ഷെ പ്രശ്നം വരില്ല. എന്തു വെച്ചാ PWDയിലെ രാധാകൃഷ്ണൻ സാറിനെ ഉത്തമന് പരിചയമുണ്ട്. രാധാകൃഷ്ണൻ സാറിന്റെ കേസ് ഭാമ വാദിക്കുമോ എന്ന് സാറ് ഉത്തമനോട് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് ഉത്തമൻ കൊണ്ടുവന്ന കേസായി ഇത് ഭാമയുടെ മുന്നിൽ അവതരിപ്പിക്കണം. ഉത്തമനോട് വിരോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭാമ സമ്മതിക്കുകയും ചെയ്യും. പക്ഷെ അങ്ങനെ സമ്മതിച്ച് വക്കീല് രാധാകൃഷ്ണൻ സാറിന്റെ ആഫീസിൽ ചെല്ലുമ്പോ സംഭവം വെളിച്ചത്താവൂലേ? അത് കുഴപ്പമൊന്നുമില്ല. കേസ് കിട്ടുന്ന നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ.
എന്നോടുള്ള വാശിക്ക് രാവിലെ 10 മണിക്ക് ഓഫീസിൽ ചെല്ലാതിരുന്നാലാണ് പ്രശ്നം. ഉത്തമ, ഞാനൊരു വാക്ക് പറഞ്ഞിട്ട് എന്റെ ഭാര്യ സത്യഭാമ അത് പാലിച്ചില്ലെന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ? സംഗതിയൊക്കെ സാറ് പറഞ്ഞ പോലെ ശരിയാണ്. പക്ഷെ എനിക്ക് ഈ രാധാകൃഷ്ണൻ സാറിന് അറിഞ്ഞൂടല്ലോ. വക്കീലിനോട് ഞാൻ എന്തോന്ന് പറയും? പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരും. അതുപോലെ ഉത്തമനങ്ങ് പറഞ്ഞാ മതി. പക്ഷെ ഹരിപ്രസാദ് എന്ന പേര് മിണ്ടിപ്പോരും. അയാൾ വിളിച്ചപ്പോ ഫോൺ ഭാമയാണ് എടുത്തത്. അപ്പോ പറയേണ്ടത് എന്താണ് എന്ന് വെച്ചാൽ, എന്താ ചെയ്യുന്നേ? കണ്ണ് കണ്ടൂടെ പച്ചക്കറി ഇരിഞ്ഞു. ഇത് എന്തിനുള്ള പച്ചക്കറിയാ? സാമ്പാർ ഉണ്ടാക്കാൻ. ഈ യഥാർത്ഥത്തിൽ ഈ പച്ചക്കറി അരിഞ്ഞ് സാമ്പാർ ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കും ഭാമേ? എന്താണ് പതിവില്ലാത്തൊരു ചോദ്യം? അല്ല, ഈ ശരിക്കും അടുക്കളയിലെ ജോലി തീർക്കാൻ നിനക്ക് എത്ര സമയം വേണ്ടി വരും എന്നൊന്നും അറിയണമല്ലോ. മോഹനട്ടനല്ലേ കുറച്ചു മുന്നേ പറഞ്ഞത് 6 മണിക്ക് എഴുന്നേറ്റാൽ 9 മണിക്ക് മുന്നേ തീർക്കാവുന്ന ജോലി മാത്രമേ എനിക്കുള്ളൂ എന്ന്? ഞാൻ അപ്പോ അങ്ങനെ പറഞ്ഞെന്നുള്ള നേരാ. പക്ഷെ നിനക്ക് ഈ വേണമെന്ന് വെച്ചാ 8:30 ഈ ജോലിയൊക്കെ തീർക്കാമല്ലോ. എനിക്ക് മനസ്സിലായില്ല. അല്ല, ഇനി ഈ വീട്ടിൽ എന്തൊക്കെയാ ജോലി ബാക്കിയുള്ളത്? രാവിലത്തേക്കുള്ള ഇഡ്ഡലി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ സാമ്പാർ കൂടി ഉണ്ടാക്കണം. ഉച്ചൂണും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞ് ഈ പാത്രങ്ങൾ മുഴുവനും കഴുകി വെച്ച് അടുക്കളയൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കണം. പിന്നെ മോഹനേട്ടന് 3-4 ഷർട്ട് മുണ്ടും അലക്കിടണം. ഇന്ന് മോഹനേട്ടനുള്ള ഷർട്ട് മുണ്ട് തേച്ചും വെക്കണം. അത് കഴിഞ്ഞ് എനിക്ക് ഡ്രസ്സ് മാറണം. 10 മണിയാകുമ്പോഴേക്കും എനിക്ക് ഇവിടുന്ന് ഇറങ്ങണം. ഈ 10 മണി വരെയൊക്കെ നിൽക്കേണ്ട കാര്യമുണ്ടോ? അതിനുമ്പൊക്കെ ഇറങ്ങിക്കൂടെ? നേരത്തെ ഇറങ്ങായിരുന്നു. മോഹനേട്ടൻ എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ. ഉദാഹരണത്തിന് മോഹനേട്ടൻ ഈ കറക്കി എറിഞ്ഞിരുന്നെങ്കിൽ ആ സമയം കൊണ്ട് ഞാൻ ഷർട്ടെല്ലാം അലക്കിയിട്ടെന്നെ. അലക്കിയ ഷർട്ട് മോഹനേട്ടൻ വിരിച്ചിടുവെങ്കിൽ ആ സമയം കൊണ്ട് ഞാൻ പാത്രം എല്ലാം കഴുകില്ലായിരുന്നു. അതുപോലെ മോഹനേട്ടനെ അടുക്കള വൃത്തിയാക്കുകയോ ഷർട്ട് മുണ്ടും തേക്കുവോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കൂടെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് പിന്നെ സമയം ലാഭിച്ചൂടെ? പക്ഷേ മോഹനേട്ടൻ ഇതൊന്നും ചെയ്തു തരൂല. അതുകൊണ്ട് ജോലി കഴിയുമ്പോ 10 മണി കഴിയും. പിന്നെ ഞാൻ റെഡി ആയിട്ട് ഇറങ്ങുമ്പോഴേക്കും 10:30 മോഹനേട്ടൻ അയാളെ വിളിച്ചിരുന്നോ? ആരെ? ആ ഹരിപ്രസാദിനെ. വിളിച്ചില്ല. വിളിക്കണം. ഈ ഒരു അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അടുക്കള ജോലിയൊക്കെ നേരത്തെ തീർക്കാം അല്ലേ? എങ്ങനെയാണ് മോഹനേട്ടാ? ഈ പച്ചക്കറി വേണമെങ്കിൽ കുറച്ചുകൂടി വേഗത്തിലരിയാം. പക്ഷെ അത് വേഗം എടുക്കുന്ന സമയത്തിന് മാറ്റമൊന്നും വരില്ലല്ലോ. ചില കാര്യങ്ങളുടെ സ്പീഡ് നമ്മളായിട്ട് കൂട്ടാൻ പറ്റൂല മോഹനേട്ടാ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരു അത്യാവശ്യം വന്നാ ഭയങ്കര വേഗത്തിൽ ഈ ജോലിയൊക്കെ അങ്ങ് തീർത്താനെ. ഇവിടെ ഇപ്പൊ എത്ര അത്യാവശ്യം? ഇപ്പൊ അത്യാവശ്യം ഒന്നുമില്ല. പക്ഷെ ഒരു അത്യാവശ്യം വന്നുകൂടാ എന്നില്ലല്ലോ. വക്കീലേ, ഉത്തമനാണല്ലോ. ഉത്തമൻ ചിലപ്പോ നല്ല വല്ല കേസ് വരെ വന്നേയാവും. നിന്റെ ഭാഗ്യം. ഇങ്ങനെയുള്ള വലിയ വലിയ കേസുകൾ കിട്ടിയ ഭാമ ഈ നാട്ടിലെ ഏറ്റവും വലിയ നല്ല വക്കീലായി തീരുന്നുള്ള കാര്യം ഉറപ്പാ. അല്ലെങ്കിൽ ഞാൻ ഈ നാട്ടിലെ നല്ലൊരു വക്കീലല്ലേ മോഹനേട്ടാ? ഒന്ന് സഹായിച്ചാലോ? വക്കീലേ നമസ്കാരമുണ്ടേ. ഒരു അത്യാവശ്യ കേസുണ്ട്. കേസെന്ന് വെച്ചാൽ ചെറിയ കേസൊന്നുമല്ല, ഒരു ഭയങ്കര കേസ്. പക്ഷെ ഇന്ന് രാവിലെ തന്നെ കക്ഷിയെ കണ്ടേ പറ്റൂ. ഏത് കക്ഷി? PWDയിലെ AXE രാധാകൃഷ്ണൻ സാറിന്റെ വക്കീലിനെ അറിയാമോ? ഇല്ല. ആള് ഭയങ്കര സംഭവല്ലേ. കൈക്കൂലി വാങ്ങില്ല, അഴിമതി കാണിക്കില്ല, എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്. പുള്ളിക്ക് പ്രമോഷൻ കിട്ടേണ്ട കാലം കഴിഞ്ഞു. മേലുദ്യോഗസ്ഥന്മാരോടും രാഷ്ട്രീയക്കാരോടും ഒക്കെ ഉടക്കായതുകൊണ്ട് പ്രമോഷൻ മനഃപൂർവ്വം താമസിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കോടതി പോണം. അതെ, അതിനാണ് വക്കീലിനെ അന്വേഷിച്ചത്. കേസ് കൊടുക്കാൻ ഒരു നല്ല വക്കീലിനെ വേണമെന്ന് പറഞ്ഞ് ആരോടൊക്കെ അന്വേഷിച്ചു. അങ്ങനെ ഞാൻ വക്കീലിന്റെ പേരാണ് പറഞ്ഞത്. അത് അയ്യോ നമസ്കാരം സാർ. ഇവിടെ അല്ല, PWDയിലെ AXE രാധാകൃഷ്ണ സാറിന്റെ ഒരു കേസ്. ഈ വക്കീലിനോടൊന്ന് കാണണമെന്ന് ഞാൻ പറയായിരുന്നു. രാധാകൃഷ്ണ സാറിന്റെ കേസോ? PWDയിലെ AXE.
ഭാമിക്കോ? ആ ഹോ, അതെങ്ങനെ സംഭവിച്ചു? മോഹനട്ടല്ലേ എന്നെ ഒരു വിലയില്ലാത്തത്. നാട്ടിലെ ബോധമുള്ള മനുഷ്യർക്കൊക്കെ ഞാനൊരു ഭയങ്കര സംഭവമാണ്. അല്ലത് ആ, പിന്നെ എന്നാലും രാധാകൃഷ്ണ സാറിന്റെ കേസ് ഭാമയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞാല് ഈശ്വരാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ അല്ല, എന്താ കേസ്? അതാ പിന്നെ സാറിന്റെ ഈ പ്രൊമോഷൻ താമസിപ്പിക്കുന്നത് കൊണ്ട് സർക്കാരിനെതിരെ ഒരു കേസ് കൊടുക്കാനാണ് പരിപാടി. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസ് ഭാമയ്ക്ക് കിട്ടുന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നത് അല്ലേ? ഭയങ്കര ഭാഗ്യം തന്നെ. ഇന്ന് തന്നെ കാണുമെന്ന് രാധാകൃഷ്ണൻ സാറ് പറഞ്ഞല്ലേ അതെ പറഞ്ഞത്? ആ, അതെ അല്ലേ? അതെ അല്ലേ? അതാ. അല്ല, ഇന്നലെ കാണുന്നതല്ലേ നല്ലത്? അല്ലേ? ഇന്നലെ കാണുന്നതല്ലേ നല്ലത്? പിന്നെ അങ്ങനെയല്ല. അയ്യോ, എനിക്ക് രാധാകൃഷ്ണൻ സാറ് കേസ് വേറെ ഏതെങ്കിലും വക്കീൽ ഏൽപ്പിച്ചാ ഭാമയ്ക്കാ നഷ്ടം. അത് പിന്നല്ലേ. ആ ആ, പിന്നെ വക്കീലെ, പിന്നെ രാവിലെ 10 മണിക്ക് സാറ് സബ് ഡിവിഷൻ ഓഫീസിൽ കാണും. അവിടെ ചെന്ന് കാണാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. ഇന്ന് രാവിലെ 10 മണിക്കോ? ഉത്തമൻ എന്തായി പറഞ്ഞത്? മണി ഇപ്പൊ തന്നെ 8 ആവാറായില്ലേ? അതിനെന്താ, ഇപ്പൊ തന്നെ ഒരു ഇറങ്ങി പോയാ പോരെ? 9 പാമ്പ് അവിടെ എത്താലോ. പിന്നെ എനിക്ക് എവിടെയെങ്കിലും പോണോന്ന് തോന്നുമ്പോ മോഹനേട്ടനെ പോലെ കിട്ടുന്ന ഉടുപ്പ് എടുത്തിട്ടുണ്ട് അങ്ങോട്ട് പോയാ മതി മോനോട്ടാ. ഉത്തമ അടുക്കളയിൽ ഒരു ജോലിയും തീർന്നിട്ടില്ല. ജോലിയില്ല നേരത്തെ ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോ തന്നെ 10 മണിയാവും. വക്കീലെ, അങ്ങനെ പറയരുത്. എന്താ? ഈ രാധാകൃഷ്ണൻ സാറ് 10:30 മണിയാവുമ്പോഴേ ഈ എക്സിയെ കാണാൻ വേണ്ടി പോവും. അതിനു മുമ്പ് വക്കീലുമായിട്ടൊന്ന് സംസാരിക്കണമെന്നാണ് ഈ രാധാകൃഷ്ണൻ സാറ് പറഞ്ഞത്. എന്തായാലും അത് നടക്കില്ല ഉത്തമ. ഇങ്ങനെ ഇടിപിടിന്ന് പറഞ്ഞ് എങ്ങനെ എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുക? നൂറ്റാണ്ടുകളായി നമ്മുടെ വീടുകളിലെ സകല ജോലിയും ചെയ്യുന്ന പെണ്ണുങ്ങളല്ലേ. അതെല്ലാം തീർക്കാത്ത പെണ്ണുങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുമോ? പക്ഷേ അടുക്കള ജോലിയേക്കാൾ പ്രധാനമാണല്ലോ രാധാകൃഷ്ണ സാറിന്റെ കേസ്. എനിക്ക് നിനക്ക് പറഞ്ഞാ എനിക്ക് പറഞ്ഞു വരുമ്പോ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ? രാധാകൃഷ്ണൻ സാറും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. അപ്പൊ പിന്നെ രാധാകൃഷ്ണ സാറിനെ പോലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സഹായിക്കേണ്ടത് എന്നെ പോലൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ കടമയല്ലേ? ഇനി ഒന്ന് ആലോചിക്കണേ. പൊയ്ക്കോ, അല്ല വേഷം മാറി പൊയ്ക്കോ. ഇനിയിപ്പോ കഴിക്കാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഭക്ഷണമാണോ മനുഷ്യന് ഏറ്റവും പ്രധാനം? ജോലിയില്ലേ? ജോലി ഒരു മനുഷ്യന് ജോലിയാണ് ഏറ്റവും പ്രധാനം. അവന് വേഗം പൊയ്ക്കോ. മോഹനട്ട് അങ്ങനെ പലതും പറയും. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല ഉത്തമ. കറിക്കരിന്ന് പകുതി നിർത്തിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതൊന്ന് സാമ്പാർ വെച്ചിട്ട് വേണം സാറിന് രാവിലത്തേക്കുള്ള ഭക്ഷണം കൊടുക്കാൻ. നാളിടാനുള്ള ഷർട്ടും മുണ്ടും കഴുകിയിട്ടില്ല. ഇന്നത്തേക്കുള്ളതോ തേച്ചിട്ടുമില്ല. ഇതൊന്നും ചെയ്യാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലേ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാത്ത അഹങ്കാരി എന്നായിരിക്കും സാറിനെ വിളിക്കാൻ പോകുന്നത്. ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ട് പോലും സാറിന് തൃപ്തിയില്ല. അപ്പൊ പിന്നെ ഇതൊക്കെ ചെയ്യാതിരുന്നാലോ? അല്ല, വക്കീലിനോട് പൊക്കോളാൻ സാർ പറഞ്ഞല്ലോ. ആ പറഞ്ഞ 5 മിനിറ്റോട് സാറ് തന്നെ മാറ്റി പറയില്ലേ? എനിക്ക് അറിഞ്ഞൂടെ എന്റെ മോഹനേട്ടനെ. എന്തായാലും രാവിലെ 10 മണിക്ക് കാണുന്നവരെ നടക്കൂലെന്ന് ഉത്തമനെ ഒന്ന് പറഞ്ഞേക്ക്. പിന്നെ സംഗതി ചീറ്റിപ്പോയല്ലോ. ഇനിയിപ്പോ എന്തോ ചെയ്യും? എന്തായി? ഒരു രക്ഷയില്ല സാറേ. വക്കീൽ അമ്പിനും ബില്ലിനും അടുക്കണില്ല. എന്തായാലും 10 മണിക്ക് പോയി കാണാൻ പറ്റൂല എന്നാണ് വക്കീൽ പറയുന്നത്. ഒരു കാര്യം ചെയ്യാം സാറേ, രാധാകൃഷ്ണൻ സാറിനെ അങ്ങോട്ട് വിളിച്ചിട്ട് സമയം മാറ്റിയാലോ? അത് നടക്കില്ല. ഞാൻ ഹരിപ്രസാദിനോട് വാക്ക് പറഞ്ഞു പോയി. എന്നിട്ടത് മറന്നുപോയി എന്ന് പറഞ്ഞാൽ എന്റെ മാനം പോകും. ഹരിപ്രസാദ് പറഞ്ഞതിന് ഞാൻ അത്ര വിലയിൽപ്പിച്ച് നിലകരുതും. ഭാവിയിൽ കളക്ടറേറ്റിൽ എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴാണ് കുടുങ്ങി പോകുന്നത്. എങ്കിൽ പിന്നെ വക്കീലോട് സത്യം തുറന്നു പറഞ്ഞൂടെ? എന്നാ പിന്നെ അവിടെ പോകുന്ന പ്രശ്നമില്ല. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച വരുത്തുവാ. സാറേ, ഒരു കാര്യം ചെയ്യാം. വീട്ടു ജോലിയുടെ പേരിലാണല്ലോ ഇപ്പൊ എതിര് പറയുന്നത്. വീട്ടു ജോലി ഒന്നും ചെയ്യണ്ട എന്ന് സാർ പറ. അത് ഞാൻ പറഞ്ഞാണല്ലോ. പക്ഷെ അവൾ അനുസരിക്കില്ല. എന്നാ പിന്നെ എങ്കിൽ പിന്നെ സോപ്പിടുക എന്നുള്ള വഴിയേ ഉള്ളൂ. എങ്ങനെ? സാറ് വക്കീലെ അടുക്കള കയറി എങ്ങനെ സഹായിക്കുക? എല്ലാ ജോലിയിലും ഞാനും കൂടെ കൂടാ ഭാമേ എന്ത് പറഞ്ഞു കൂടണം. ഒക്കെ വക്കീലിന് കേസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണെന്ന് കൂടെ പറയണം. വക്കീലിന് വേണ്ടി സാർ ഒരു ത്യാഗം ചെയ്യുന്നതാണെന്ന് വക്കീലിന് തോന്നിക്കഴിഞ്ഞാൽ വക്കീൽ അതിൽ വീഴും. പക്ഷെ എനിക്ക് അടുക്കള ജോലിയൊന്നും അറിയില്ല. ഞാൻ ഇത് ശരിയാവില്ല. സാറെ അറിയാവുന്നതുപോലെ ചെയ്താ മതി. ഈ ഭാര്യമാരുടെ ഒരു സൈക്കോളജി എന്താണെന്ന് വെച്ചാല് അവരെ ഭർത്താവ് സഹായിക്കുന്നതിനേക്കാൾ പ്രധാനം സഹായിക്കാനുള്ള ഒരു മനസ്സാണ്. എന്റെ ഭർത്താവിന് എന്റെ കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു സഹതാപം ഉണ്ട് എന്നൊരു തോന്നല് ഭാര്യമാർക്ക് വന്നാൽ അവർക്ക് സന്തോഷാവും. പിന്നാലെ നടക്കാന്നൊക്കെ പറഞ്ഞ സാറേ, കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നാണ് പ്രമാണം. ഇപ്പൊ ആവശ്യക്കാരെ സാറാണ്. ഒന്ന് തോറ്റെടുക്ക്, പ്രശ്നം തീർന്നല്ലോ. പിന്നെ
ഞാൻ പറയാനുള്ളതെല്ലാം സാറിന്റെ അടുത്ത് പറഞ്ഞു. ഇനി എല്ലാം സാറിന്റെ ഇഷ്ടം. ഞാൻ പോണേ സാറേ. കാര്യം കണ്ടല്ലേ പറ്റൂ. കഴുതക്കാല് പിടിച്ചാലോ. ഭാമേ, ഈ രാധാകൃഷ്ണ സാറിനെ പോലെ ഒരാളുടെ കേസ് വാദിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ഭാഗ്യമാണ്. അത് വിട്ടുകളഞ്ഞാൽ നീ ഭാവിയിൽ ഭയങ്കരമായിട്ട് ദുഃഖിക്കേണ്ടി വരും. ഞാൻ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചല്ലോ മോനേട്ടാ. രാവിലെ 10 മണിക്ക് ചെന്ന് കാണണമെന്ന് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എങ്ങനെ ചെല്ലാനാണ്? അതിപ്പോ നേരത്തെ പറയാൻ മറന്നുപോയല്ലേ. ആളുകളാകുമ്പോ ചിലപ്പോ മറന്നു എന്നൊക്കെ ഇരിക്കും. ആരുടെ ഈ മോനോട് പറഞ്ഞോണ്ടിരിക്കുന്നത്? രാധാകൃഷ്ണ സാറ് കേസിന്റെ കാര്യം നിന്നെ വിളിച്ച് പറയാൻ മറന്നുപോയതായിരിക്കും. ഏതായാലും ഇപ്പൊ അദ്ദേഹം ഓർത്തല്ലോ. അതുകൊണ്ട് ബാക്കിയെല്ലാം മാറ്റി നീ ഇപ്പൊ തന്നെ ഈ കേസിന് പോയാൽ പറ്റൂ. ചെല്. അത് നടക്കൂല മോനേട്ടാ. മാമേ, നീ ചെന്നിലേക്ക് രാധാകൃഷ്ണ സാർ ഈ കേസ് വേറെ ആരെങ്കിലും ഏൽപ്പിക്കും. അതുകൊണ്ട് സാറൊരു നഷ്ടം വരാനില്ല. നഷ്ടം വരുന്നത് മുഴുവൻ നിനക്കാ. എന്റെ ഇവിടുത്തെ ജോലി ഒന്ന് തീർക്കണ്ട മോനേട്ടാ. ഒരു കാര്യം ചെയ്യ്, ഞാൻ സഹായിക്കാം. നിനക്കിപ്പോ ഈ പച്ചക്കറി അരിഞ്ഞാ പോരെ? ഞാൻ അരിഞ്ഞേരാം. അപ്പഴത്തേക്ക് നീ പോയി റെഡിയാവും. മോഹനയുടെ ഷർട്ടുമുണ്ട് സോപ്പ് ഞാൻ മുക്കി വെച്ചിരിക്ക. അത് അലക്കണ്ടേ എനിക്ക്? വൈകുന്നേരം അലക്കാം. നല്ല രസമായിരിക്കുമെങ്കില്. അങ്ങനെ ഒരുപാട് സമയം സോപ്പ് മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തുണി കേടായി പോകും മോനേട്ടാ. ഇപ്പൊ തന്നെ അത് അലക്കേ പറ്റൂ. എങ്കിൽ പോയി അലക്കിട്, ഞാൻ ഇതൊക്കെ അരിഞ്ഞോളാം. അപ്പൊ മോഹനയുടെ ഷർട്ടുമുണ്ട് തേക്കണ്ടേ? ഞാനത് തേച്ച് വെക്കാതെ പോയിട്ടുണ്ട്. മോഹനയുടെ പിന്നെ എന്തിട്ടുണ്ട് ഓഫീസിൽ പോവും. പക്ഷെ എല്ലാം ചെയ്ത് ചെല്ലുമ്പോഴേക്കും രാജ് സാർ വേറെ വക്കീൽ നോക്കിക്കളയും. ഞാനിപ്പോ എന്താ വേണ്ടത് അത് മോഹനോട് പറ. നീ പോയി ഷർട്ട് കൊണ്ട് അലക്കിട്. അപ്പോഴേക്കും എന്താ ചെയ്യണ്ടേ ഞാൻ? എനിക്കിത് അരിയണം. ഇത് അരിയണം. ശരി, മാറിക്കോ. ഇതെല്ലാം അരിയാനുള്ളതാ. ശരി, അരിയാം. ഒരു പ്രാവശ്യം അരിയാൻ നോക്കിയായിരുന്നല്ലേ? നേരത്തെ ഒരു പ്രാവശ്യം ഞാൻ അരിഞ്ഞോളൂ. നീ പൊയ്ക്കോ. പിടി. ഇടയ്ക്ക് നിളക്കി കൊടുക്കണം. വേഗം ഓഫ് ചെയ്തേക്കണം. അരിഞ്ഞോ? ഇനിയിപ്പോ അങ്ങോട്ട് പോവാം. നീ എന്തായി ചെയ്യുന്നേ? തൂണ് കഴിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പതിയെ പതിയെ ചെയ്തോണ്ട് എപ്പോ തീരും? എല്ലാത്തിനും അതിന്റേതായ ഒരു സമയം എടുക്കൂലേ മോനേട്ടാ? എന്ത് സമയം? ഞാൻ അത്രയും പെട്ടെന്ന് അറിഞ്ഞല്ലോ. ഇനി ഇതെല്ലാം കഴുകി തീർന്ന് ഷർട്ടും മുണ്ടും തേച്ചതിന് ശേഷം നീ പിന്നെ എപ്പോഴാ രാധാകൃഷ്ണന്റെ അടുത്ത് പോകുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ കേസ് നമുക്ക് വിടാന്ന്. എന്തിനാണ് ഇങ്ങനെ ശ്വാസം മുട്ടി ഓരോന്നും ചെയ്ത് കേസ് പിടിക്കുന്നേ? എനിക്കിപ്പോ അങ്ങനെ കേസില്ലാത്ത അവസ്ഥയൊന്നും ഇല്ലല്ലോ. പക്ഷെ നീ ഈ കേസ് വാദിച്ചേ പറ്റൂ. ഇതുപോലുള്ള നല്ല നല്ല കേസുകൾ വരുമ്പോ വാദിക്കാതെ വിട്ടാ നിന്റെ ഭാവി എന്താവും? നീ പോയി ഷർട്ട് മുണ്ട് തേച്ചോക്കെ, ഞാൻ ഇതെല്ലാം കഴുകിട്ടോളാം. മോഹനേട്ടനാ? എനിക്കിതൊക്കെ അറിയാം. നീ വേഗം പോയി ഷർട്ട് മുണ്ട് തേക്ക്. നീ ഷർട്ട് മുണ്ട് തേക്കുമ്പോഴേക്കും ഞാനിത് അലക്കി വെച്ചോളാം. എന്നിട്ട് സാമ്പാർ അടുപ്പത്ത് വെച്ചിട്ട് നീ പൊയ്ക്കോ. സാമ്പാർ വേകുമ്പോ ഞാൻ തന്നെ എടുത്ത് വെച്ച് കഴിച്ചോളാം. നീ പോ. അയ്യേ, ഇത് എന്തൊക്കെയാണ് മോഹനേട്ടൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നേ? നീ സമയം കളയാതെ ചെല്ല്. ഇതെങ്ങനെ ഇതിപ്പോ? എന്റെ മോനിട്ട് ഓട്ടായി പോയാ? എന്താ നോക്കിക്കുന്നത്? ചെല്ല്.
കാര്യം നിസ്സാരം. നീ ഇത് ഷർട്ട് കൊണ്ട് തേച്ചില്ലേ മാമേ? എന്താ അതിന്റെ ഉദ്ദേശം? ഷർട്ട് മുണ്ട് തേച്ച് കഴിഞ്ഞു. ഇനി എന്റെ ചുരിദാറും കൂടി ഒന്ന് തേക്കണം. അത് ശരി, ചുരിദാർ നീ തയ്ക്കണോ? ശ്ശോ, ഇതെല്ലാം കഴിഞ്ഞ് നീ ഇനി എത്ര സമയം കഴിഞ്ഞ് ഇറങ്ങാൻ പോകുന്നത്? ഇതെല്ലാം കഴിഞ്ഞിട്ട് പോവാൻ ഇനി 10 മണിക്ക് വൈകുന്നേരം ആയാലും നീ രാധാകൃഷ്ണ സാറിന്റെ അടുത്ത് എത്തില്ല. പെട്ടെന്ന് ഒരു കാര്യം പറയുമ്പോ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇന്നലെ ഈ കേസിന്റെ കാര്യം രാധാ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ തുണി എല്ലാം കൂടി ഞാൻ ഇന്നലെ രാത്രി തന്നെ തേച്ചു വെക്കില്ലായിരുന്നു. ഇന്നലെ പറഞ്ഞില്ല എന്നുള്ളത് സത്യം. പക്ഷെ രാവിലെ പറഞ്ഞല്ലോ. അപ്പൊ നീ എന്താ ചെയ്യേണ്ടത്? കുറച്ച് വേഗത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കണം. മോഹനേട്ടന്റെ ഷർട്ട് മുണ്ട് വേഗത്തിൽ തേച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ചുളിവെല്ലാം നിവർന്നില്ല എന്ന് വരില്ലേ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ ജീവനോട് വെച്ചേക്കൂ. എല്ലാ ജോലികൾക്ക് അതിന്റേതായ സമയം എടുക്കും എന്റെ മോനട്ടാ. മോഹനേട്ടനൊന്നും ചെയ്യാറില്ല, അതുകൊണ്ട് ഒന്നും അറിഞ്ഞുകൂടാ. ചുരിദാർ നീ വർത്താനം പറഞ്ഞിരിക്കാതെ പോവാൻ നോക്ക്. ഇതിന് വലിയ ചുളുക്കൊന്നുമില്ല. ഇന്ന ദിവസം നീ ചുരിദാർ തേക്കാതെ പോയാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിലുണ്ട് പൊയ്ക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പൊയ്ക്കോ. അയ്യടാ, മോഹനേട്ടൻ അലക്കി തേച്ച് വടി വെപ്പിച്ച ഷർട്ടും മുണ്ടും വേണം, എനിക്ക് തേക്കാത്ത ചുരിദാറും. അതെ, കേസ് കിട്ടിയില്ലെന്നേ ഉള്ളൂ. തേക്കാത്ത ചുരിദാറോട്ട് പോകാനൊന്നും എന്നെ കിട്ടില്ല. ഭാമേ, ഞാൻ നിന്റെ നന്മയെ കരുതിയാണ് ഇതൊക്കെ പറയുന്നത്. ആ കേസ് കിട്ടി കഴിഞ്ഞാ പിന്നെ നീ ആരാ? ഈ നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനൽ വക്കീലായി മാറും. ഞാൻ അങ്ങനെ ആകണമെന്ന് വല്ല ആഗ്രഹം മോനോട്ടുണ്ടായിരുന്നെങ്കിലേ വീട്ടു ജോലികളെല്ലാം മോനോട്ട് എന്നെ സഹായിക്കുമായിരുന്നു. ഇന്ന് സഹായിച്ചല്ലോ, അതുപോലെ എല്ലാ ജോലിയും നാളെ മുതൽ ഞാൻ എല്ലാ രീതിയിലും സഹായിച്ചോളാം. നീ വേഗം പോ നോക്ക്. നാളെ മുതൽ എല്ലാ ജോലിയും ഞാൻ സഹായിച്ചോളാം. എന്റെ ഷർട്ട് കൊണ്ടും ഞാൻ തന്നെ തയ്ച്ചോളാം. നീ വേഗം പോയിട്ടാവും നോക്ക്. മോഹനേട്ടൻ ഞാൻ വേഗം റെഡിയാകാം. പക്ഷെ നാളത്തോട് സകല ജോലിയിലും എന്നെ സഹായിക്കുമെന്ന് സത്യം ചെയ്തു തരണം. അത് ഞാൻ എന്തിനാ? അയ്യോ, സത്യം ചെയ്യാതെ ഞാൻ മോഹനേട്ടനെ വിശ്വസിക്കേയില്ല. മോഹനേട്ടൻ നാളെ മാറ്റി പറഞ്ഞോളാം. നാളെ തൊട്ട് ഞാൻ സഹായിച്ചോളാം, സത്യം. ഇത് മതി. ഇനി മോഹനേട്ടൻ പോയി കുറച്ച് റെസ്റ്റ് എടുക്ക. 5 മിനിറ്റോടെ ഞാൻ റെഡി ഇറങ്ങിക്കോളാം. കൃത്യം 10 മണിക്ക് സബ് ഡിവിഷനിലെത്തി ഞാൻ രാധാകൃഷ്ണൻ സാറിനെ കാണും. പോരെ? ഓ, വേഗം തേച്ചോ. ഞാൻ റെഡി ആയിക്കോളാം. ഞാൻ ചെറുതായിട്ട് തേച്ചേക്കാം. ഇനി ധൈര്യമായിട്ട് ഹരിപ്രസാദിനെ വിളിക്കാം. ഹലോ. ആ, ഹരിപ്രസാദേ, ഞാനാ കെ മോഹനേഷൻ. എന്റെ മോഹനകൃഷ്ണ, താൻ എന്താണ് ഈ കാണിക്കുന്നത്? ഞാൻ വിളിച്ചിട്ട് എത്ര നേരമായി? താൻ തിരിച്ചു വിളിക്കുമെന്ന് ഓർത്ത് നോക്കിയിരുന്ന് മടുത്തു. അത് എന്താണെന്ന് വെച്ചാ ഇവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നം തീർത്തത് എങ്ങനെയാന്ന് വെച്ചാ എനിക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ടാ ചെറിയ താമസിച്ചത്. ഹരിപ്രസാദ് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. എന്റെ ഭാര്യ അഡ്വക്കേറ്റ് സത്യഭാമ കൃത്യം 10 മണിക്ക് രാധാകൃഷ്ണൻ സാറിന്റെ ആഫീസിൽ എത്തിയിരിക്കും. അത് പറയാനാ ഞാൻ തന്നെ വിളിച്ചത്. അത് പറയാനാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത്. കേസ് വേണ്ടെന്ന് വെച്ചു. എന്താ? ഇന്നലെ സൂപ്രണ്ട് എഞ്ചിനീയർ ഏട്ടനെ വിളിച്ചിരുന്നു. ഏട്ടന്റെ പ്രൊമോഷൻ അടുത്ത ആഴ്ച ഉണ്ടാവും. ഇനിയിപ്പോ കേസിന്റെ ആവശ്യമില്ലല്ലോ. സത്യഭാമ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വിളിച്ച് കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ കൃത്യം 10 മണിക്ക് വക്കീലെത്തുമെന്ന് എനിക്കറിയാലോ. മോഹനകൃഷ്ണൻ ഒരു വാക്ക് പറഞ്ഞ വാക്കല്ലേ. അപ്പൊ ശരി മോഹനകൃഷ്ണ, വിശദ വിവരം അറിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. ഹലോ 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 ഹലോ. ഇതിനാണോ എന്നെ കൊണ്ട് ഈ കഷ്ടപ്പാട് മുഴുവൻ കാണിച്ചത്? എന്താ? ഒന്നുമില്ല. അല്ല, ആരുടെ പല്ലടിച്ച് താഴെ നോക്കിയപ്പോ പറഞ്ഞു. അതാരുടെ? ഇതിന് സമാധാനം പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. 10 മണിക്ക് രാധാകൃഷ്ണ സാറിനെ കാണാറുള്ളതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല.
ഏയ്, എന്താണ് നീ എവിടെ പോണ്ട? പോകണ്ടേ? വേണ്ട. നീ പോയി സാമ്പാറുണ്ടാക്ക്. എനിക്ക് 9:30 അവിടുന്ന് പുറപ്പെടാനുള്ള. മോഹനിട്ടത് എന്തൊക്കെയാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നേ? 10 മണിക്ക് രാധാകൃഷ്ണ സാറിനെ കാണുന്നല്ലേ ഉത്തമം പറഞ്ഞത്. രാധാകൃഷ്ണ സാറിന്റെ പ്രൊമോഷൻ ഒക്കെ ശരിയായി. ഇനി ഇതൊന്ന് കേസൊക്കെ വേണ്ടെന്ന് വെച്ചു. അതാര് പറഞ്ഞു? ഹരിപ്രസാദ് പ്രയോഗം വെച്ചിട്ടുണ്ട്. ഏത് ഹരിപ്രസാദ്? ഓ, കുറച്ചു മുന്നേ ഇങ്ങോട്ട് വിളിച്ച ഹരിപ്രസാദ്. ആ, അയാൾ ഇപ്പോഴാണ് മോഹനെ തിരിച്ചു വിളിക്കുന്നേ. അത്യാവശ്യമാണെന്ന് ഞാൻ അന്നേരം പറഞ്ഞതല്ലായിരുന്നോ? അല്ല, ഈ ഹരിപ്രസാദും രാധാകൃഷ്ണ സാറിന്റെ കേസ് തമ്മിൽ എന്താ ബന്ധം? രാധാകൃഷ്ണ സാറിന്റെ അനിയനാ ഹരിപ്രസാദ്. ഇന്ന് നിന്നോട് രാധാകൃഷ്ണ സാറിനെ ചെന്ന് കാണണമെന്ന് ഒരാഴ്ച എന്നോട് പറഞ്ഞതാ. ഞാൻ നിന്നോടത് പറയാൻ മറന്നുപോയി. ഇന്ന് ഹരിപ്രസാദ് വിളിച്ചപ്പോഴാ ഓർത്തത്. അപ്പോ ഞാൻ കേസിന്റെ കാര്യം പറഞ്ഞാൽ നീ പോകാതിരുന്നാലോ എന്ന് ഓർത്തിട്ടാ ഞാൻ ഉത്തമനെ കൊണ്ട് കേസിന്റെ കാര്യം പറയിപ്പിച്ചത്. അത് ഉത്തമം കൊണ്ടൊന്നും കേസൊന്നുമില്ല. കേസ് വേണമെന്ന് വെച്ചത് പറയാനാ ഹരിപ്രസാദ് വിളിച്ചത്. അതിപ്പോഴല്ലേ ഞാൻ അറിയുന്നത്. അത് ശരി. അപ്പൊ മോഹനകൃഷ്ണ സാറ് പ്ലാൻ ചെയ്ത നാടകമായിരുന്നു ഇതല്ല. എന്റെ മോഹനോട് അവിടെ കൊള്ളാലോ. വേറെ വഴിയില്ലായിരുന്നു, അതുകൊണ്ടാ. ആ, സാരില്ല. എന്തായാലും നാളെ മുതൽ ജോലി എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞത് മറക്കണ്ട. മോഹനേട്ടൻ, എനിക്ക് ജോലി ഒന്നും അറിയില്ല. ഞാൻ ചെയ്താൽ ശരിയാവില്ല. എന്താ? നീ തന്നെ ചെയ്യുന്നതാ ശരി. അരിഞ്ഞപ്പോ ഒരു കത്തി ഒടിഞ്ഞു, അലക്കിയപ്പോ ഒരു മുണ്ട് കീറി. അറിയാത്ത രേമ അങ്ങനെയൊക്കെ പറ്റും. ഇനി എല്ലാ ജോലിയും നീ തന്നെ വൃത്തിയായിട്ട് ചെയ്താൽ മതി. കാര്യം കാണാൻ ഭാര്യയുടെ കാല് പിടിച്ചത് വെറുതെ ആയതിന്റെ വേദന വില്ലേജ് ഓഫീസർക്ക് ഉണ്ടാവും. സാരമില്ല, പിടിച്ചത് ഭാര്യയുടെ കാലല്ലേ എന്ന് സമാധാനിക്കാം. ഇതുകൊണ്ടൊന്നും മോഹനകൃഷ്ണന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്ന് സമാധാനിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.